ഇന്നൊരു നല്ല തക്കാളിക്കറി ഉണ്ടാക്കാം. പലഹാരങ്ങൾക്കും ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. അങ്ങനെ ഒരു റെസിപ്പിയിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ 3 ടൊമാറ്റോയാണ് കഴുകി എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത്. 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ലൂസായിട്ടല്ല, നല്ലതുപോലെ പ്രസ് ചെയ്താണ് അതിൽ തേങ്ങ നിറയ്ക്കേണ്ടത്. എന്നാൽ മാത്രമേ മെഷർമെൻറ്റ് കൃത്യമായിരിക്കുകയുള്ളൂ. ഈ തേങ്ങ മിക്സി ജാറിലേക്കിടാം. തേങ്ങ നല്ല പ്രസ് ചെയ്തെടുത്തിരിക്കുകയാണ്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തത് നല്ല ജീരകമാണ് ഇട്ടുകൊടുത്തത്. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഉണക്കമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അത് കരിയാതെ മൂപ്പിച്ചെടുക്കണം. ഇതൊരു 1 പോട്ട് കറിയാണ് കേട്ടോ. അതിനുശേഷം സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. സവാള വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഉപ്പ് കൂടി ചേർക്കാം. ഇനി അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റി ഇതേമാതിരിയാകണം. ചെറിയ ഒരു കളർ ചേഞ്ച് അതിന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് അടച്ചു വെക്കണം. ടൊമാറ്റോ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. തക്കാളി നല്ല പാകത്തിന് കുക്കായി കഴിഞ്ഞു. ഇനി അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഭയങ്കരമായിട്ടങ്ങ് മാഷ് ചെയ്യരുത്, ചെറുതായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും കിട്ടും. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കി ഇതിലേക്ക് തന്നെ ഒഴിക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒഴിച്ചുകറിയല്ലേ, ഈ കറി വെട്ടിത്തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ടൊമാറ്റോ ആദ്യം വേവിച്ചെടുത്തത്. ഇനി ഇളക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചെറുതായി തിളച്ച് വരുന്നത് അതിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കണം. വെട്ടിത്തിളയ്ക്കാതെ അത് ഇളക്കി കൊടുക്കണം. അങ്ങനെ കറി ചൂടാക്കി എടുക്കണം. ഒന്ന് ചൂടായി കിട്ടിയാൽ അരപ്പ് വേഗം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.